ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രധാന നിയമരേഖകളും ഫയലുകളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തുനിന്ന് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായി. മാർച്ച് 14-നകം സുപ്രീം കോടതിയിൽ നിലപാട് വ്യക്തമാക്കേണ്ട ഘട്ടം വന്നപ്പോഴാണ് വർഷങ്ങളായുള്ള കേസ് രേഖകളുടെ പകർപ്പ് പോലും ബോർഡിലില്ലെന്ന ഞെട്ടിക്കുന്ന വിവരം പുറത്തുവന്നത്. പഴയ നിലപാടുകളിൽ നിന്ന് മാറി ക്ഷേത്രാചാരങ്ങളും ഭക്തരുടെ വിശ്വാസവും സംരക്ഷിക്കുമെന്ന പുതിയ തീരുമാനത്തിലേക്ക് ബോർഡ് എത്തിയ ഘട്ടത്തിലാണ് ഈ സുപ്രധാന ഫയലുകൾ അപ്രത്യക്ഷമായത്. മുൻപ് നടന്ന നീക്കങ്ങളും സത്യവാങ്മൂലവും പുറത്തറിയാതിരിക്കാൻ ബോർഡ് ആസ്ഥാനത്തെ ചിലർ ബോധപൂർവം ഫയലുകൾ മുക്കിയതാണെന്ന സംശയം ശക്തമാണ്. കേസ് രേഖകൾക്കായി തെരച്ചിൽ നടത്തിയ ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറും അംഗങ്ങളും ഫയലുകൾ പൂർണ്ണമായും അപ്രത്യക്ഷമായത് അറിഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ടു. ശബരിമലയിലെ സ്വർണം കട്ടവർ ആ ഫയലുകളും കൊണ്ടുപോയി എന്നാണ് സൂചന. ഫയലുകൾക്ക് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് കൃത്യമായ മറുപടി നൽകാൻ ഉദ്യോഗസ്ഥർക്കും കഴിയുന്നില്ല. VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്തെ നിലപാടുകളും പിന്നീട് പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് യുവതീ പ്രവേശനത്തെ എതിർത്ത് നൽകിയ സത്യവാങ്മൂലങ്ങളും ഉൾപ്പെടെയുള്ള രേഖകളാണ് കാണാതായത്. 2016-ൽ പിണറായി സർക്കാർ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചപ്പോഴും ദേവസ്വം ബോർഡ് സ്വീകരിച്ച നിലപാടുകളുടെ രേഖകൾ പോലും ഓഫീസിലില്ല. രേഖകൾ കാണാതായ വിവരം സുപ്രീം കോടതിയെ ഔദ്യോഗികമായി അറിയിക്കുന്ന കാര്യം ബോർഡിന്റെ പരിഗണനയിലാണ്. സംഭവത്തിൽ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിക്കാനാണ് ബോർഡിന്റെ തീരുമാനം. നിലവിൽ സുപ്രീം കോടതിയിൽ കേസ് കൈകാര്യം ചെയ്ത അഭിഭാഷകരിൽ നിന്ന് രേഖകളുടെ പകർപ്പ് തേടിയിരിക്കുകയാണ് ബോർഡ് അധികൃതർ. അപ്പോഴും തീരുമാനങ്ങളിലേക്ക് എത്തിയത് എങ്ങനെയെന്ന കാര്യം ആർക്കും അറിയാൻ കഴിയാത്ത അവസ്ഥ വരും. ഫയൽ മോഷണം പോലീസിനെ അറിയിക്കേണ്ടതാണ്. എന്നാൽ അത് ചെയ്യരുതെന്ന സമ്മർദ്ദം ദേവസ്വം ബോർഡിന് മേൽ ചിലർ ചെലുത്തുന്നുണ്ട്. എങ്കിലും ഇക്കാര്യത്തിൽ ആഭ്യന്തരാന്വേഷണം നടത്താൻ സാധ്യതയുണ്ട്. ബോർഡ് ആസ്ഥാനത്തെ റെക്കോർഡ് റൂമിൽ നിന്നോ അതുപോലെ ബന്ധപ്പെട്ട സെഷനുകളിൽ നിന്നോ ഫയലുകൾ ബോധപൂർവം നീക്കം ചെയ്തതാണോ എന്ന കാര്യമാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ആചാര സംരക്ഷണത്തിനായി പുതിയ സത്യവാങ്മൂലം തയ്യാറാക്കുന്നതിന് പഴയ രേഖകൾ അനിവാര്യമായതിനാൽ ഈ തിരോധാനം ബോർഡിനെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. എന്തായാലും സുപ്രധാന രേഖകളാണ് കാണാതായി മാറിയിരിക്കുന്നത്. ഇത് ദുരൂഹത തന്നെ ഉണർത്തുന്നുണ്ട്. മാർച്ച് 14-നകം സുപ്രീം കോടതിയിൽ നിലപാട് വ്യക്തമാക്കേണ്ട ഒരു ഘട്ടമാണ് വന്നത്. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഒരു കാണാതാകൽ ഉണ്ടായിരിക്കുന്നത്. മുമ്പ് നടന്ന പല നീക്കങ്ങളും അറിയാതിരിക്കാൻ വേണ്ടി ഇതാരോ എടുത്തു എന്ന നിഗമനത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത് ആരാണ് എന്നുള്ള കാര്യത്തിൽ തീരുമാനമാകേണ്ടതുണ്ട്. എന്തായാലും കൂടുതൽ അന്വേഷണം ഇക്കാര്യത്തിൽ വേണ്ടിവരും. ആ ഫയലുകൾക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ ഇനി കാത്തിരിക്കണം.